ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുമാരേട്ടൻ്റെ മീൻകടയിൽ നിന്ന് കുറച്ച് കക്കർച്ചി കിട്ടി കേട്ടോ. വേഗം കൊണ്ട് കഴുകി വൃത്തിയ ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പും കൂടി എല്ലാം കൂടി ഇങ്ങോട്ടിട്ട് ഒന്ന് തിരുമ്മി വെച്ചു. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 3-4 തണ്ട് കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തു. കറുവറ നല്ല പൊട്ടിത്തെറി കേട്ടോ, പേടിക്കണ്ട, കറിവേപ്പിലല്ലേ. പിന്നെ നമ്മുടെ കക്കക്കുട്ടന്മാർ അതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. വേറെ ഒരു ഇൻഗ്രീഡിയൻസും വേണ്ട, ഇത്ര മതി. കഴിഞ്ഞു റെസിപ്പി. നമ്മുടെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്തെടുക്കുക. ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇഷ്ടം പോലെ കുട്ടികൾ ചോറുണ്ണും ചെയ്യും കേട്ടോ ഈ കക്കർച്ചി കൊണ്ട്. അപ്പോൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്തെടുക്കുക. ഇത്ര ഈസിയുള്ള റെസിപ്പി വേറെ ഒന്നുമില്ല കേട്ടോ, എളുപ്പത്തിൽ വറുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ നോക്കുക, ഉപ്പുണ്ടോ നോക്കുക. അപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഡിന്നറിന് കക്ക ഫ്രൈ ആണ്. പിന്നെ കുറച്ച് 1-2 കറികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലേറ്റ് വയ്ക്കാം, അതിലേക്ക് ചോറ് വിളമ്പാം. അപ്പോൾ ഇതൊക്കെ കേട്ട് 2 പേര് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. വേഗം കൈ കഴുകി പ്ലേറ്റിന് മുമ്പിൽ ഇരിക്കണ്ടേ, ചോറ് വിളമ്പാം. അപ്പോൾ ഇന്നത്തെ കക്കർച്ചിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ രാവിലെ മത്തി വറുത്തുണ്ടായിരുന്നു, മത്തിയുണ്ട്. പിന്നെ സാമ്പാറുണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു പിക്കിൾ പോലെയാണ് കേട്ടോ. പുളിയില ചമ്മന്തിയാണ് എൻ്റെ പേര്. നമ്മൾ പുളിയിലയും കൊഴുവ മീനൊക്കെ, കൊഴുവ മീൻസ് നമ്മുടെ എന്താ പറയുക, നത്തോലി, അത് വെച്ചിട്ട് ഒരു ചമ്മന്തി പോലെ ഒരു ഐറ്റമാണ് കേട്ടോ. വളരെ ഈസിയാണ് റെസിപ്പി. ഒരു ദിവസം എൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.